തൃശ്ശൂർക്കാരന്റെ കമ്പനിയാണ് കഴിച്ച് അല്ലെ. ആ തൃശ്ശൂർക്കാരൻ ഇന്ന് പ്രതാപൻ സാറ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇത്രയും പ്രതാപൻ സാറെ പോലെ ഒരാള് ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. എന്താ പറയാ, ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, ഒരുപാട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലേ. ഞാനൊക്കെ ഒരു വട്ടം അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട്. പക്ഷെ പ്രതാപൻ സാറ് പറയുന്ന പോലെ നമുക്കൊരു തിരിച്ചറിവിന്റെ കാലമായിരുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മായാലോകത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു, ഒഴുകി പോകുമായിരുന്നു അല്ലെ എല്ലാവരും. പക്ഷെ ഒരുപാട് തിരിച്ചറിവ് നമുക്ക് കിട്ടി. ഹൈറിച്ച് കൊടുത്തിരുന്നത് നമുക്ക് സംബന്ധിച്ച് വലിയൊരു സംഖ്യ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ പുറം ലോകം നമ്മൾ പുറത്ത് പല കാര്യങ്ങളും നമ്മൾ അറിയുമ്പോൾ ഹൈറിച്ച് കൊടുത്തിരുന്ന അത്ര വലിയ, ഇവര് പറയുന്ന പോലെ അത്ര വലിയ ഇതൊന്നുമല്ല. എന്നിട്ട് ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതെ അക്കൗണ്ട് ഫ്രീസ് ആക്കുന്നവരെ എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം കൊടുത്തൊരു കമ്പനി ഇന്ന് ഹൈറിച്ച് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആരെങ്കിലും നമ്മളോട് പറയുമോ നമ്മൾ തട്ടിപ്പുകാരാണെന്നോ? നമ്മൾ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണോ ഒരാൾക്ക് അവസരം കൊടുത്തത്? ഒരിക്കലും അല്ല. നമുക്ക് കിട്ടിയൊരു നല്ലൊരു അവസരം മറ്റുള്ളവരും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുത്തൊരു അവസരമായിരുന്നു അല്ലെ. ഇന്നും പക്ഷെ സമൂഹത്തിന് മുമ്പിൽ നമ്മളാരാ, ബന്ധുക്കളുടെ മുമ്പിൽ നമ്മളാരാ? തട്ടിപ്പുകാര്. പക്ഷെ ഈ പറയുന്ന തട്ടിപ്പുകാരെന്ന് നമ്മളെ പറയുന്ന ആൾക്കാർ ഒരാൾ പോലും ഹൈറിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് സത്യം. അപ്പൊ നമുക്ക് ഇനി ജീവിക്കണ്ടേ? എന്നും തട്ടിപ്പുകാരായിട്ട് ജീവിച്ചാൽ മതിയോ? നമുക്ക് മതിയോ? പോരാ. പോരെങ്കിലും എന്ത് വേണം? സൗണ്ട് ഉയരണം. നമുക്ക് ജീവിക്കണം ഈ സമൂഹത്തിൽ മാന്യമായിട്ട്, അന്തസ്സായിട്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം, ചെയ്തേ പറ്റൂ. എവിടെ പോയാലും നമുക്ക് ഏതൊരു കമ്പനി ഏറ്റെടുത്താലും നമുക്ക് തൃപ്തി വരില്ല. ഹൈറിച്ച് ചെയ്ത വ്യക്തികൾക്ക് തൃപ്തി വരില്ല. പിന്നെ ഹൈറിച്ച് വന്ന് ലാസ്റ്റ് സമയത്ത് വന്ന് ഹൈറിച്ച് എന്താണെന്ന് അറിയാത്ത കുറച്ച് പേർക്ക് അതറിയില്ല. കാരണം അവർക്ക് അതില് എന്താണെന്ന് ആ ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഹൈറിച്ച് ഫ്രീസായ സമയത്ത് അവർക്ക് വരുമാനം കിട്ടാത്തതുകൊണ്ട് ഹൈറിച്ചിനെ അവർക്ക് നമ്മൾ എങ്ങനെ എന്ത് പറഞ്ഞാലും അങ്ങനെ കുറച്ച് പേര് മാത്രം ഹൈറിച്ചിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഓരോ ഘട്ടങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകാൻ നമ്മൾ വരാപാട് വരുന്ന ആ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. ഹൈറിച്ച് തിരിച്ചു വരണ്ടാന്ന് ഒരു വ്യക്തി പോലും ആഗ്രഹിക്കില്ല. ഇനി വേറെ ഏത് കമ്പനിയിൽ പോയി ചെയ്തോട്ടെ, ഹൈറിച്ച് തിരിച്ചു വരണമെന്ന് തന്നെയാണ് അവരാഗ്രഹം. കാരണം നമുക്കൊരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ഇത്രയും നാള് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ ടീമില് ഒരാൾ പോലും ഇന്ന് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നമ്മളുടെ വലിപ്പമൊന്ന് മനസ്സിലാക്കാം. ഞാൻ തൃശ്ശൂർക്കാരിയാണ് അല്ലെ. നമ്മൾ ഇതൊന്നല്ല നമ്മൾ തൃശ്ശൂർക്കാരുടെ. ഞാനിപ്പോ ഇതില് കുറെ പേരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തൃശ്ശൂർക്കാരാണ്, പക്ഷെ നമുക്കറിയില്ല ഈ കുറെ പേര്. പക്ഷെ എനിക്ക് ഹൈറിച്ചിലെ ഒരുവിധ എല്ലാ റിലേഷനും എല്ലാ ആൾക്കാരും പല പല സ്ഥലത്തുള്ള ആൾക്കാരറിയാം. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയതുകൊണ്ടല്ല ഇപ്പൊ നിങ്ങളെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പൊ തൃശ്ശൂരിന്റെ ശക്തി ഇതൊന്നല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഇന്നത്തെ മീറ്റിംഗിന്റെ കാര്യം പേഴ്സണലായിട്ട് പറഞ്ഞ് അവർ വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഇവിടെ പലരും എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ നാട്ടിലില്ല. എല്ലാവർക്കും ജീവിതം തേടി പോയില്ലേ പലരും. പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, മെമ്പർഷിപ്പിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് റിക്വസ്റ്റ് കൊടുക്കാനുള്ളത് പറയാനുള്ളത്, നമ്മുടെ വന്ന ലീഡേഴ്സോ ആൾക്കാരോ അവനവരുടെ ടീമിലുള്ള ആൾക്കാർക്ക് പേഴ്സണലായിട്ട് ഈ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഓരോ ആവശ്യങ്ങൾ ഫിസിക്കലായിട്ട് നമുക്ക് കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഫിസിക്കൽ മീറ്റിംഗിൽ വരുന്നവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. കാരണം മനസ്സുകൊണ്ട് നിന്ന് ഹൈറിച്ചിനെ അനുകൂലിക്കുന്നതും ഹൈറിച്ച് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മെമ്പർഷിപ്പിന്റെ ഇത് കൗണ്ട് ഇതൊന്നല്ല, തൃശ്ശൂരത്തെ കൗണ്ട് ഇതൊന്നല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു മിനിമം ഇതിന്റെ ഒരു 50 അട്ടയും തൃശ്ശൂർക്കാരുണ്ടാവും ഇല്ലേ. അപ്പൊ നമ്മള് തൃശ്ശൂർക്കാർ വേണം. നമ്മുടെ എന്തുകൊണ്ട് തൃശ്ശൂരിന് ഇത്ര പ്രാധാന്യം ബാക്കി ഏത് ജില്ലക്കാർക്കും പറയാൻ പറ്റാത്ത ഏറ്റവും വലിയ പ്രാധാന്യം തൃശ്ശൂർക്കാരന്റെ കമ്പനിയാണ് ഹൈറിച്ച് അല്ലെ. ആ തൃശ്ശൂർക്കാരൻ ഇന്ന് പ്രതാപൻ സാറ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇത്രയും പ്രതാപൻ സാറെ പോലെ ഒരാള് ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല.
കാരണം ഇപ്പൊ നേരത്തെ ഇപ്പൊ വിനീത് സാറൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വരുമാനം ജനങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പല കമ്പനിക്കാരും ഏറ്റവും അത് കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കുക, കൂടുതൽ അവനവന്റെ ഇതിലേക്ക് ആക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്നൊരു കണ്ടിട്ടുള്ളത് കേട്ടത്. പക്ഷെ അവർക്കാരൊന്നും സ്ഥാനമുള്ളൂ. പക്ഷെ പ്രകൃതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പ്രധാന സാർ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പ്രധാന സാർ അവിടെ കഴിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മളൊക്കെ കൂടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് തന്നെയല്ലേ, അതല്ലേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം. പ്രകൃതി നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു. സാർ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്. ഇവിടെ ഏതൊരാളും, അപ്പൊ ഒരാളും സാധാരണ ഒരാളെയും നമ്മൾ എന്താ പറയുക നിസ്സാരക്കാരനായിട്ട് കാണരുത്. ഓരോ വ്യക്തി ആന്മാരെ കാണാനും തന്നാലായതെന്നുള്ളതാണ്. അതെന്തിനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലേഡീസ് എന്ന് പറഞ്ഞാല് അവരുടെ ശക്തി ഞാൻ പറയണ്ടല്ലോ. 10 ആണുങ്ങളുടെ ബലാണ് ഒരു ലേഡിക്ക്. അല്ലാതെ സമ്മതിക്കാൻ ഇവിടെയുള്ള ആണുങ്ങൾക്ക് പറയാൻ പറ്റോ? ഇല്ല, പറയില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ പറയും അല്ലെ. അതായത് ഒരു ലേഡി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്ര പുരുഷന്മാരെന്തായിട്ടും ആ വീടും കൊണ്ട് ശരിയാവില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവില്ല. അല്ല, അറിയാലോ. പിന്നെ പൈസ എന്ന് പറഞ്ഞ സാധനം 95% വീട്ടിൽ നമ്മുടെ പ്രോബ്ലംസിനെ സ്മൂത്ത് ആക്കുന്ന ഒരു സംഭവമാണ് പൈസ, പണം. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അത് സ്മൂത്താണ്. ബന്ധങ്ങളും സ്മൂത്താണ്, എല്ലാവരും സ്മൂത്താണ് അല്ലെ. അപ്പൊ നമുക്ക് ഹൈറിച്ച് എന്ന് പറഞ്ഞ വികാരമാണ്. നമുക്ക് ഹൈറിച്ച് ആ ഫാമിലി നമുക്ക് തിരിച്ച് കിട്ടിയേ പറ്റും. തിരിച്ച് കിട്ടണം, അത് സ്വാഭാവികമാണ്. അത് തന്നിരിക്കും, അത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇനി അധികം ഇത്രയും നാള് നമ്മൾ താമസിച്ചു, ഇനി നമുക്ക് അത്രയ്ക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എനിക്കറിയില്ല, പക്ഷെ എന്നാലും അത്രയ്ക്കൊന്നും കാലം വേണ്ടി വരില്ല. ഇത്ര നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ. അപ്പൊ ഇനി നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന ഓരോരുത്തരും കൊടുക്കേണ്ട കോൺഫിഡൻസ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഹൈറിച്ച് വലിയൊരു ശക്തിയായിട്ട് തിരിച്ചു വരട്ടെ. എല്ലാവരോടും നന്ദി.